ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ വീടിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിലായിക്കോട്ടെ, വെയിലില്ലാത്ത ടൈമിലൊക്കെ വന്ന് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇങ്ങനെ നോക്കി നിൽക്കുക റബ്ബറിൻ്റെ അങ്ങോട്ടേക്ക്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ പാടമൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ് ഇവിടെ നിന്നാൽ. വെയിലത്ത് ഇച്ചിരി പാടാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയണത് വാട്ട് ഐ ഏറ്റ് ഇൻ ടുഡേ എന്നുള്ളതാണ്. പക്ഷേ അത് ടുഡേ മൊത്തത്തിൽ അങ്ങ് എടുക്കാൻ പറ്റിയില്ല, എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് ലഞ്ച് മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എന്താണ് ഞങ്ങൾക്ക് ലഞ്ച് നോക്കാം, പോവാം. ഹായ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞങ്ങൾ കേരള സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇന്ന് തമിഴ് സ്റ്റൈലിലുള്ള ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് പേരൊന്നും അവരുടെ ഇതിൽ പറയാനായിട്ടൊന്നും ഇല്ല. കാര്യം ഇത് അവരുടേത് എപ്പോഴും ചിക്കനും റൈസും കൂടി മിക്സ്ഡ് ആയിരിക്കും, ആ ഒരു രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഞാനൊരു ബിരിയാണി പൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മസാലക്കൂട്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ വയനയിലിട്ട് അതും കൂടി ഇട്ട് അതൊന്ന് ചൂടായപ്പോഴത്തേക്കും നമ്മൾ സവോള ഇട്ട് നല്ലതുപോലെ ബ്രൗൺ കളറാകുന്നത് വരേക്കും അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കുവാണെങ്കിൽ ആ സവോള നന്നായിട്ടങ്ങ് വഴണ്ടി കിട്ടിക്കോളും. പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എന്തോ കിട്ടിയില്ല, ഇപ്പോൾ നോക്കിയപ്പോൾ അതില്ല, അതെപ്പോഴോ പോയി. അപ്പോൾ അത് ഇട്ട് നല്ലതുപോലെ ഇളക്കി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല തക്കാളി, ഞങ്ങളുടെ ചേട്ടന് തക്കാളി പിള്ളേർക്കും ചേട്ടനൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് പുളിയുടെ അതനുസരിച്ചിട്ട് തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ അത് ഉടയണത് വരേക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. ആ തക്കാളി മൂടി വെച്ചിട്ട് ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് സെറ്റായി കഴിയുമ്പോഴത്തേക്കും വേണം നമ്മൾ മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഞാനിതിൽ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, പിള്ളേരെ ഉള്ളത് കൊണ്ടിട്ട്. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു 3.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബിരിയാണി മസാല ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞാൻ അതും കൂടി ഇട്ടിട്ടുണ്ട്. അതില്ലാതെയും ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വരാനായിട്ടില്ല. എന്നാലും ഞാൻ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സായി വരുന്നത് വരേക്കും ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണ എല്ലാം മാറി കിട്ടണം. അപ്പോൾ എണ്ണയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തൈരും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കുന്നുണ്ട്. കാര്യം എനിക്കിങ്ങനെ നല്ലതുപോലെ വഴണ്ടിരിക്കണം. സവോളയും ഒരു മസാലകളും എല്ലാം കൂടെ അങ്ങ് നല്ലപോലെ മിക്സ് ആയിരിക്കണം. ഇതിലേക്ക് വേണം നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, അതിൽ ഞാൻ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഞാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചു. അപ്പോൾ ഇനി അതും കൂടെ നമ്മളുടെ ഈ അത് ഇപ്പം നല്ല അടിപൊളിയായിട്ടിരിപ്പില്ലേ, ഇതിലേക്ക് നമ്മൾ ആ ഒരു റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ ചിക്കനിൽ തന്നെ നമ്മളൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ അങ്ങ് വെന്താൽ മതി. ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അത് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒരു ഹാഫ് കുക്കായാൽ മതി. പിന്നെ നമ്മൾ റൈസും ഈ ഒരു ഇതിലിട്ട് തന്നെയാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഫുള്ളായിട്ട് പിന്നെ അങ്ങോട്ട് കുക്കായിക്കോളും. ഓവർ കുക്കായിക്കഴിഞ്ഞാൽ നമ്മൾ റൈസ് ആയിക്കഴിയുന്ന ആ ടൈമിൽ ഇളക്കുന്ന ടൈമിൽ അത് മുഴുവൻ പൊടിഞ്ഞു പോകും. നമ്മൾ ഹാഫ് കുക്കിൽ നിർത്തുക. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി അതുമൊക്കെ ചേർത്തിട്ട് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം, അല്ലെങ്കിൽ അടിക്ക് വെള്ളം ഒട്ടും ഇല്ലാത്തതല്ലേ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം.
അത് അവിടെ ഇരുന്ന് കുക്കാവുന്ന ആ ഒരു ടൈം കൊണ്ടിട്ട് നമുക്കിത് ഇവിടെ വേറൊരാളുണ്ട്, നമ്മുടെ പോപ്പി. അപ്പോൾ പോപ്പിക്ക് ഫുഡ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഞങ്ങളുടെ കഥക് മുഴുവനും ചിരണ്ടി നശിപ്പിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മാന്തി 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 അതിലിട്ട് ഇടിച്ചിടിച്ചിടിച്ചൊക്കെ ഇരിക്കും. നമ്മൾ ഫുഡ് കൊടുക്കുന്ന ടൈം ആകുമ്പോൾ അവൾ ബഹളം തുടങ്ങും. അപ്പോൾ അവൾക്ക് ചോറുണ്ട്, അപ്പോൾ അവൾക്ക് ചോറ് വേഗം കൊടുത്തേക്കാം, അല്ലേ പാവമുണ്ട്. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇരിക്കണ പോലെ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് ചിക്കനുണ്ട്, ചിക്കനും കൂട്ടി അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലെ റബ്ബർ തോട്ടം. എനിക്ക് എപ്പോഴും പറയാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ആ റബ്ബർ തോട്ടിൻ്റെ കാര്യം. എത്ര നാളെ അവിടെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തൊന്നുമില്ല. മുന്നിൽ പ്ലോട്ടുകളായിട്ട് തിരിച്ചിരിക്കുക. അവിടെ വീട് വരുന്നത് വരേക്കും നമുക്ക് ഇങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കാം. വീടുകൾ വന്നു കഴിയുമ്പോൾ പിന്നെ അത് പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടിട്ട് നമ്മളുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. കണ്ടാൽ നല്ല ആവി പറക്കണം നല്ല ചിക്കൻ. അപ്പോൾ ഇളക്കി കൂട്ടി നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഹാഫ് കുക്കായി. അപ്പോൾ ഇനി കണ്ട കളറൊക്കെ കണ്ട കാശ്മീരി മുളക് കൊണ്ട് ഗുണമാണ്. ഇത് നമ്മൾ ആ കഴുകി കോരി വെച്ചിരിക്കണം, ഇത് വെച്ചിരിക്കുന്ന ആ ഒരു അരി. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഈ അരി നല്ലതുപോലെ ഈ ഒരു ഗ്രേവിയിൽ ഇളക്കി നല്ല സെറ്റാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോഴത്തേക്കും ഓർക്കും എന്താല്ലേ കളറൊന്നും ചേർത്തിട്ടില്ല, കാശ്മീരി മുളക് പൊടി മാത്രമാണ്. അപ്പോൾ നമ്മൾ തമിഴ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കളർ വേണമല്ലോ, അതിൻ്റെയാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, ആ വെള്ളവും കൂടെ അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കണം. കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പം നമ്മൾ റൈസും വെള്ളവും ഒക്കെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ അല്ല. അപ്പോൾ ഇപ്പം നല്ലതുപോലെ നമ്മൾ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം, കൂടിപ്പോരുത്. കറക്റ്റായിട്ട് നോക്കി ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടി ഇത് മൂടി വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് നമ്മൾ അറിയില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറേ ഇളക്കലും മറിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളുടെ റൈസ് ഫുൾ കുക്കായിട്ടുണ്ട്, വെള്ളം എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇത് നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. കണ്ട ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടണം, എല്ലാം വെന്ത് എല്ലാം മിക്സായിട്ട് കിട്ടണം. ഈ ഒരു റൈസിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാര്യം ആ ഒരു ചിക്കൻ്റെ ആ ഗ്രേവിയും എല്ലാ മസാലയും എല്ലാം കൂടെ റൈസിലോട്ടങ്ങ് പിടിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. സ്മെല്ലൊക്കെ നല്ല അടിപൊളി. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പുതിന ഇലയും മല്ലി ഇലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുതിന ഇല കുറച്ച് കൂടുതൽ വേണം, എൻ്റെ കയ്യിൽ കുറച്ച് കുറഞ്ഞു പോയി. കാര്യം ഇവിടെ പുതിന ഇല മേടിച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. എൻ്റെ മകൾ കണ്ടു കഴിഞ്ഞാൽ മിൻറ്റി 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 എന്നും പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കണം, മിൻറ്റി ഇട്ട് കൊടുക്കണം. അപ്പം അത് കാരണം അതിവിടെ ഉണ്ടാവില്ല, മല്ലിയില മാത്രമേ ഇവിടെ ഇരിക്കും. അപ്പം അത് ഉള്ളവർ മിൻറ്റും കൂടി ഇട്ട് കൊടുക്കുക. പുതിന ഇല കുറച്ച് കൂടുതൽ ഇടുന്നത് എപ്പോഴും നമ്മൾ തമിഴ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂടിലൊന്ന് ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മളുടെ ബിരിയാണി റെഡി. ഞാൻ കുറച്ച് കളർഫുള്ളാക്കാനായിട്ട് കുറച്ച് ചിക്കൻ വറുത്തൊക്കെ അതിൻ്റെ പുറത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചിക്കൻ എടുത്ത് അതിൻ്റെ പുറത്തൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി. ഇത് നമുക്കിതങ്ങ് കഴിച്ച് നോക്കാം. പിള്ളേരൊന്നുമില്ല, ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ അങ്ങ് തകൃതിയായിട്ട് കഴിക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്, പക്ഷെ അതൊന്നും ഞങ്ങളിപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ഞങ്ങൾ ശ്രദ്ധിച്ചങ്ങ് കഴിക്കുവാണ്. പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാനായിട്ട്. എത്ര നാൾ കാണുമെന്നൊന്നും അറിയില്ല, എന്നാലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്ലേസ്. നിങ്ങളെ ഇനി എൻ്റെ വീഡിയോയിൽ ഈ ഒരു പ്ലേസ് കണ്ടുകൊണ്ടിരിക്കാൻ ഓർക്കരുത് കേട്ടോ, എന്താ ഇങ്ങനെ എപ്പോഴും ഇത് കാണിക്കുന്നത്. പക്ഷേ അത് എൻ്റെ ഒരു ഇഷ്ടം ഒരു ഇതായത് കൊണ്ടിട്ടാണ് ഞാനത് അതും കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതുന്നു. അപ്പം മഴ പോയി ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായിട്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ചാടി അങ്ങ് പുറത്തിറങ്ങി. കാര്യമൊന്ന് നോക്കാം, മഴ പോയി നിൽക്കണ ആ ഒരു ടൈമിൽ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്. അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്.
മഴക്കാർ വെച്ച് കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പം സപ്പോർട്ട് ചെയ്യണം.